ഹായ് വെൽക്കം ഓൺ ബോർഡ് ഗൈസ്. അപ്പോൾ നമുക്ക് ഗെറ്റ് അൺറെഡി വിത്ത് മീ ആയാലോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ യൂണിഫോം ചേഞ്ച് ചെയ്യാം. യൂണിഫോം മാറ്റി കഴിയുമ്പോൾ തന്നെ എന്താ സുഖം. ഇനി ഇതാ മുടി അഴിക്കണം, മേക്കപ്പ് കളയണം, അങ്ങനെ ഒരുപാട് പണിയുണ്ട്. അങ്ങനെ മുടിയെല്ലാം അഴിച്ചു. മുടി അഴിച്ചപ്പോൾ തന്നെ തലേന്ന് എന്തൊരു സാധനം ഇറക്കി വെച്ച പോലെ ഉണ്ട്. എന്താണ് ഇതാ മുടിയൊക്കെ എന്നിട്ട് പൊക്കി കെട്ടി വെച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കെന്തോ അത് കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി വന്നു കേട്ടോ. എന്താണെന്നറിയില്ല, എനിക്കത് കണ്ടു കഴിഞ്ഞ് പിന്നെ എന്തോ പോലെ എന്നാൽ നമ്മുടെ തെങ്ങൊക്കെ നിൽക്കുന്ന പോലൊരു ഫീൽ തോന്നി. അപ്പോൾ അങ്ങനെ മുടിയെല്ലാം കെട്ടി വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എന്താ സുഖം എന്നറിയോ എൻ്റെ പൊന്നോ, അത് പറഞ്ഞറിയാൻ പറ്റില്ല. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഫേസിലെ മേക്കപ്പ് എല്ലാം കളയണം. അപ്പോൾ എൻ്റെ പ്രൊഫഷൻ ഇതായതുകൊണ്ട് തന്നെ എൻ്റെ മുഖത്തത്യാവശ്യം നന്നായിട്ട് മേക്കപ്പ് ഉണ്ടാവും. അപ്പം മേക്കപ്പ് എല്ലാം ഞാൻ എന്താണെങ്കിലും ആദ്യം ഒരു വൈപ്സ് വെച്ചിട്ടാണ് എൻ്റെ ഫേസിൻ്റെ മേക്കപ്പ് എല്ലാം കളയാറ്. കാരണം നമ്മൾ നോർമലി ഫേസ് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ഡേർട്ടും നന്നായിട്ട് പോരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് വൈപ്സ് വെച്ചിട്ട് ആദ്യം മേക്കപ്പ് എല്ലാം റിമൂവ് ചെയ്യും. അതിന് ശേഷമാണ് ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് ഫേസിലെ ഡേർട്ടെല്ലാം കളയുന്നുണ്ട്. അത് കളഞ്ഞ് കഴിയുമ്പോൾ തന്നെ നല്ല സുഖമാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം നമ്മളിങ്ങനെ എത്ര മണിക്കൂറാണോ 8-9 hours നമ്മളിങ്ങനെ ഇട്ട് വയ്ക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു സുഖമില്ല. നിങ്ങൾക്ക് വൈപ്സ് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നന്നായിട്ട് അതിനകത്തുണ്ടല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഫേസ് വാഷ് എടുത്തിട്ടുണ്ട്. ഞാൻ നോർമലി യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് എടുത്തു, നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മുഖത്തുള്ള വെള്ളമൊക്കെ ജസ്റ്റ് ഒന്ന് ഡ്രൈ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ നോർമലി ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ടോണർ എടുത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ടോണർ യൂസ് ചെയ്തു. അത് നന്നായിട്ട് ഫേസിൽ നന്നായിട്ട് ഒന്ന് ഒരു ഫുൾ ഡ്രൈ ആവേണ്ട, ഒരു കുറച്ച് ഡ്രൈ ആവാനായിട്ട് വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ നോർമലി യൂസ് ചെയ്യുന്നുണ്ട് മോയ്സ്ചറൈസർ, അതും നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ മോയ്സ്ചറൈസർ നല്ല കൂളിംഗാണ്. നമ്മളിങ്ങനെ പുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഈ മോയ്സ്ചറൈസർ ഇടുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം, നല്ല കൂളിംഗാണത്. അതിനുശേഷം ഞാൻ നാട്ടിൽ നിൽക്കാത്ത ഒരാളായതുകൊണ്ട് തന്നെ പുറത്ത് വെള്ളം ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഹെയർ ലോസ് നമുക്ക് കുറേ പേർക്കൊക്കെ ഉണ്ടാവും എന്താണെങ്കിലും. അപ്പോൾ എനിക്ക് എന്താണെങ്കിലും നല്ല രീതിയിൽ ഹെയർ ലോസ് ഉണ്ട്, നല്ല രീതിയിൽ ഡാൻഡ്രഫ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ റോസ്മേരി വാട്ടർ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ജന്മന എനിക്ക് ഐബ്രോസ് വളരെ നന്നായിട്ടുള്ളത് കൊണ്ട് അത് വളരാനായിട്ട് ഞാൻ കാസ്റ്റർ ഓയിൽ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ രാത്രിയത്തെ പരിപാടി. ഇതെല്ലാം കഴിയുക, സുഖമായിട്ട് കിടന്നുറങ്ങാൻ. ഓക്കെ ഗൈസ്, ഗുഡ് നൈറ്റ്.